على أحمد الهادي وآله والصحاب والبالي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله ندعو ربنا الكريم في توسل واستغاثة بقرة عيننا مدبربلي قد رجونا نصر والفتوح في أمورنا سيما في أمرنا بجاهكم مدبربلي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله إننا نأتي إليكم للإزالة ما بنا شدة ثم فتيا شيخنا مدبربلي ليس خسران لمن أتى إليكم طالبا بل بمطلوب الله قد فاز يا مدبربلي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله كم مريم قد أتاه كامل الشفاء بكم ليس بالعلاج بل بالقول يا مدبربلي كل عفريت وشيطان وجن مريدين أذهبا ونجنا يا قطبنا مدبربلي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله نتواصل بالحباب والبتول المستطاب والنبي ثم الصحابة فعسى دعوى مجابة صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على
سيدنا محمد يا ربي صلي وسلم أعظم زوجاتي قدر الله حتى لاقت منه أمرا خطبت أحمد ذكرا غانمت منه شبابا صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد يا ربي صلي وسلم إنا زوج الرسول إنا أم البتول فوق تصدير العقول مجدها تلك الهباب صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد يا ربي صلي وسلم أرنا وجه رسول الله خديجة والبتول ورني زهر الفحول ربي عاجل بالإجابة صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد يا ربي صلي وسلم صاحب البراق ورفرف الأعلى رسول الله صلوات تحيات عليه سلام صلوات تسليم على حميم زمر زمرا ترحيب ترويات عليه السلام بدر الهدى نورا يطفي نار الكفر فلما بدا في دين الهدى وسلام صلوات تسليم على حميم زمرا زمرا ترحيب ترويات عليه السلام شهد الجمال وضب حيث ما استل بدر مدينة شفاء أنت رسول الله والسلام صلوات تسليم على حميم زمرا زمرا ترحيب ترضيات عليه السلام آمين الله بيدي حتى ترجع لمن اصطاد سريعا ومعنا النبي وافت عليه السلام صلوات تسليم على حميم زمرا زمرا ترحيب ترضيات عليه السلام ولما القدم بطول العمل قياما بيدنا لله قد غفر ذنوب للحبيب سلام صلوات تسليم
تسليم على حميم زمرا زمرا ترحيب تروية عليه السلام وجود الإسلام قد قربا خذوه فغلوه أيها الورى صلوات تسليم على حميم زمرا زمرا ترحيب تروية عليه السلام سكن إلهي جنة الفردوس بحقي طه المصطفى القريشي صلوات تسليم على حميم زمرا زمرا ترهيب ترضية عليه سلام عليه سلام عليه سلام അല്ലാഹുവേ മദീനയുടെ നായകൻ അഷ്റഫുൽ ഖൽഖായ റഹ്മത്തുൽ ലിൽ ആലമീനായ താജ്ദാരെ മദീന നൂറെ മുജസ്സം സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള എന്തെന്നില്ലാത്ത ഇഷ്കും മഹബ്ബത്തും പ്രിയവുമല്ല ഞങ്ങളെ ഖൽബിലേക്ക് നീ ഇട്ടുതരണേ അല്ലാഹ് മദീനയിലെത്താതെ ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാഹ് പരിശുദ്ധമായ മദീനയിൽ ചെന്നിട്ട് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മനമറിഞ്ഞ് സലാം പറയാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ് തൗഫീഖ് നൽകണേ അല്ലാഹ് ഞങ്ങളെ നീ സ്വീകരിക്കണേ റബ്ബേ മദീനയിലെത്താതെ ഞങ്ങളിൽ ഒരാളെയും നീ മരിപ്പിക്കല്ലേ അല്ലാഹ് നീ മരിപ്പിക്കല്ലേ റബ്ബേ മരണം ഖൈറാകുന്ന സമയത്ത് മദീനയിൽ ചെല്ലാനും പരിശുദ്ധമായ മദീനയിൽ വെച്ച് മരിക്കാനും അല്ലാഹ് നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടിയായ സയ്യിദ് ഇസ്മായിലുൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ പവിത്രമായ ഉറൂസ് മുബാറക്കിലെ അവരെ സ്നേഹിച്ചുകൊണ്ട് അവരെ മഹബത്ത് വെച്ച് അവരെ പ്രിയം വെച്ച് ഒരുമിച്ച് കൂടിയ മുത്തുമോമിനീങ്ങളല്ലേ മുത്തുമോമിനാത്തുകളല്ലേ ഹബീബായ തങ്ങളോടുള്ള ഇഷ്കാണ് പ്രിയമാണ് സ്നേഹമാണ് ഹുബ്ബാണ് ഈ ഉറൂസിന്റെയും ഈ സ്നേഹത്തിന്റെയും ഈ ഒരുമിച്ച് കൂടലിന്റെയും നിദാനം അല്ലാഹുവേ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള എന്തെന്നില്ലാത്ത ഇഷ്കും മഹബത്തും പ്രിയവും ഞങ്ങളെ ഖൽബിലേക്ക് നീ ഇട്ടുതരണേ അല്ലാഹ് ലോകത്തെ എല്ലാ മഹാന്മാരും മഹാന്മാരായത് എല്ലാ ഔലിയാക്കളും ഔലിയാക്കളായത് എല്ലാവരും ഉന്നതമായ സ്വഭാവങ്ങളിലേക്ക് കയറിച്ചെന്നത് അതിന്റെ ഏറ്റവും വലിയ വികാരം ഏറ്റവും വലിയ അതിന്റെ പിന്നിലുള്ള ചേതോവികാരം മഹബ്ബത്തു റസൂലുള്ളാഹ് അഷ്റഫുൽ ഖൽഖായ റഹ്മത്തുൽ ലിൽ ആലമീനായ സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്താണ് തങ്ങളോടുള്ള സ്നേഹമാണ് ലോകത്തെ ഏറ്റവും വലിയ ഈമാനുള്ള ആളാരാണ് അമ്പിയാക്കൾ കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ കഴിഞ്ഞാൽ 1,24,000 വരുന്ന അമ്പിയാക്കൾ കഴിഞ്ഞാൽ പിന്നെ ലോകത്തുള്ള ഏറ്റവും വലിയ ഈമാനിന്റെ ഉടമയാരാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്
സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ ഒരു ഭാഗത്ത് വെച്ചിട്ട് ലോകത്തുള്ള എല്ലാ സ്വഹാബത്തിന്റെയും എല്ലാ ഔലിയാക്കളുടെയും എല്ലാ സ്വാലിഹീങ്ങളുടെയും എല്ലാ ആലിമീങ്ങളുടെയും എല്ലാവരുടെയും ഈമാന് തുലാസിന്റെ മറുതലക്കൽ വെച്ചാൽ ഏറ്റവും വലിയ ഈമാൻ ആരുടെ ഈമാനാണ്? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനാണ്. എന്തുകൊണ്ട് ലഭിച്ചതാണ് മുഅ്മിനീങ്ങളെ? മറ്റുള്ള സ്വഹാബത്തെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെ ഇബാദത്ത് ചെയ്തിട്ടില്ലേ, നന്മകൾ ചെയ്തിട്ടില്ലേ? പക്ഷേ എല്ലാം ഉണ്ടെങ്കിലോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാ നഫഅനി മാലുൻ ഖത്തുൻ മാ നഫഅനി മാലു അബീ ബക്കരീൻ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സമ്പത്ത് എനിക്ക് ഉപകാരപ്പെട്ടതുപോലെ വേറൊരാളുടെ സമ്പത്തും എനിക്ക് ഉപകാരപ്പെട്ടിട്ടില്ല. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇത് കേട്ടപ്പോ ഫബകാ അബൂബക്കർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹു പൊട്ടി കരയുകയാണ്. കണ്ണിലൂടെ കണ്ണുനീർ ധാരധാരയായി ഒഴുകുകയാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഹൽ അന വമാലി ഇല്ലാ ലക യാ റസൂലല്ലാഹ്, ഞാനും എന്റെ സമ്പത്ത് മുഴുവനും അല്ലാഹുവിന്റെ റസൂലേ അങ്ങേക്കുള്ളതല്ലയോ നബിയേ, തങ്ങൾക്കുള്ളതാണ് നബിയേ. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള വല്ലാത്ത ഇഷ്കാണ്, വല്ലാത്ത മഹബ്ബത്താണ്, വല്ലാത്ത സ്നേഹമാണ്, വല്ലാത്ത പ്രിയമാണ്. 3.5 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മദനിയം മജ്ലിസും ആരംഭിച്ചത് ആ മഹബ്ബത്ത് ഹബീബായ തങ്ങളിലേക്ക് നീങ്ങാൻ വേണ്ടിയാണ്. അതേ, ഇന്നൽ ഈമാന ലയർജു ഇലൽ മദീന കമാ തർജുൽ ഹയ്യത്തു ഇലാ ജുഹരിഹാ. പാമ്പ് അതിന്റെ മാളത്തിലേക്ക് മടങ്ങും പോലെ ഈമാൻ അത് മദീനയിലേക്ക് ചുരുങ്ങുമെന്ന്, അത് മദീനയിലേക്ക് മടങ്ങുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ ആ ഈമാൻ കൊണ്ട് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. മദനിയം എന്ന പേര് നമ്മൾ വെച്ചത് കൊണ്ടാണ് മദീനയുമായി ബന്ധമുള്ളത്. മദീനയിലേക്ക് കൽബ് തിരിയണം, മദീനയിലേക്ക് മനസ്സ് തിരിയണം. മദീന ഒരു വികാരമാകണോ, മദീന ഒരു ആനന്ദമാകണോ. ഇഷ്ടം മദീന, എൻ ഇഷ്ടം മദീന, ഖൽബിൽ മദീന, ഒന്ന് കാണാൻ മദീന. മദീന 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 മുനവ്വറയിൽ ജ്വലിക്കും ത്വാഹ റസൂലുള്ളാഹ്. വഫാത്തിൻ സമയത്തോ ഉമ്മത്തിനെ ഓർത്ത് വിതുമ്പിയൻ ത്വാഹ റസൂലുള്ളാഹ്. അന്ത്യദൂതരെ കാലത്താ മണ്ണിൽ ജന്മം കൊണ്ടിരുന്നെങ്കിൽ ഞാൻ ആറ്റലാം സ്വഹാബത്തിൻ കൂട്ടത്തിൽ ഒരുവനായിരുന്നെങ്കിൽ ഞാൻ. അന്ത്യദൂതരെ കാലത്താ മണ്ണിൽ ജന്മം കൊണ്ടിരുന്നെങ്കിൽ ഞാൻ ആറ്റലാം സ്വഹാബത്തിൻ കൂട്ടത്തിൽ ഒരുവനായിരുന്നെങ്കിൽ ഞാൻ. മഹബൂബിൻ പാദം ചുംബിച്ച മണ്ണിൽ വാണിരുന്നെങ്കിൽ ഞാൻ.
റൗളത്തുൽ ഫിർദൗസിലെ ചേറു പ്രാണിയായിരുന്നെങ്കിൽ ഞാൻ. മദീനയിൽ ജനിക്കാൻ അവസരം ലഭിച്ചില്ല, സ്വഹാബത്തിൽ ഒരു മെമ്പറായില്ല. ആ പരിശുദ്ധമായ സ്വഹാബത്തു റസൂലുള്ളാഹി തങ്ങൾ ജീവിച്ച കാലഘട്ടത്തിലെ മദീനയിൽ ജീവിക്കാൻ അവസരമുണ്ടായില്ല. പക്ഷേ ഈ മഞ്ഞനാടിയിലെ മഖാമുറൂസിൽ ഒരുമിച്ച് കൂടിയ നല്ലവരായ മുത്തുമൂമിനീങ്ങളെ, മുത്തുമൂമിനാത്തുകളെ, ഒന്ന് ഹൃദയാന്തരങ്ങളിൽ കൈവച്ചൊന്ന് ചിന്തിച്ചു നോക്ക്. ഈ ഉറൂസ് മുബാറക്കിന്റെ ഈ സദസ്സിൽ പങ്കെടുക്കാൻ കഴിയാത്ത ഒരു വിഭാഗം ആളുകളിൽ ഒരു മനുഷ്യനായിട്ടാണ് നമ്മൾ ജനിച്ചിരുന്നതെങ്കിലോ അല്ലാഹു നമുക്ക് എത്ര സൗഭാഗ്യമാണ് തന്നത്. ആ മുത്തുനബിയുടെ ഉമ്മത്തിലെ അല്ലാഹു നമ്മൾ ഒരു മെമ്പറാക്കിയില്ലേ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദുനാ റസൂലുള്ളാഹി, പോരാ ഉറക്കെ ചൊല്ലട്ടെ, സയ്യിദുനാ റസൂലുള്ളാഹി. ഒന്നും കൂടി ഉറക്കെ, സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബായ തങ്ങളുടെ ഉമ്മത്തിലെ അല്ലാഹു നമ്മളൊരു മെമ്പറാക്കി തന്നു. ഇനി ആ ഉമ്മത്തിൽ ഒരു മെമ്പറായി മരിക്കണം. ഒരു ഉറൂസ് മുബാറക്കിന്റെ പവിത്രമായ മജ്ലിസിൽ വെച്ച് മഹാനവറുകളുടെ ഹദറത്തിൽ വെച്ചാണ് നമ്മൾ ചോദിക്കുന്നത്. മനസ്സറിഞ്ഞൊന്ന് ആമീൻ പറഞ്ഞോ. അല്ലാഹുവേ, ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി, ഞങ്ങളെ അവസാന സമയം നന്നാക്കി, മുഅ്മിനായി മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി ഖൽബിലങ്കി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ഉറക്കെ ഉച്ചരിച്ച് മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. അതിനെന്താണ് വേണ്ടത്? അതാണ് മദനീയ മജ്ലിസിൽ നടക്കാൻ പോകുന്നത്. മുസ്ലിമായി മരിക്കണം, മുഅ്മിനായി മരിക്കണം. അതിനേക്കാളും വലിയ ആഗ്രഹം നമുക്കില്ല. സാമ്പത്തികമായി നമുക്ക് ഉയരണം, മക്കളുണ്ടാകണം, വീട് വേണം, ജോലി വേണം, സാമ്പത്തികമായ പ്രയാസങ്ങൾ നീങ്ങണം, കച്ചവടത്തിൽ ബിസിനസ്സിൽ ഉയർച്ച വേണം, നല്ല മനോഹരമായ സൗകര്യങ്ങൾ വേണം, മക്കളുടെ കല്യാണം കഴിഞ്ഞ് പറഞ്ഞയക്കണം. എല്ലാം നമുക്ക് ആവശ്യമാണ്. പക്ഷേ ഏറ്റവും പ്രധാനമായി ഈമാനുള്ള ഒരു മരണമാണ്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ നിയ്യത്ത്. അതിനു വേണ്ടിയുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. മനസ്സറിഞ്ഞ് ഒന്ന് അല്പസമയം ഔലിയാക്കളുടെ ഭക്ഷണമാകുന്ന ദിക്റുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ് യാ ഹയ്യു യാ ഖയ്യൂം. അത് ഔലിയാക്കളുടെ ഭക്ഷണമാണ്. സയ്യിദുനാ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് കൊട്ടാരത്തിലെ ബൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരത്തിലെ സിംഹാസനം കൊണ്ടുവന്നില്ലേ? സുബ്ഹാനല്ലാഹ്. ആ സിംഹാസനം കൊണ്ടുവരാൻ എത്ര സമയമാണ് എടുത്തത്? എത്ര പെട്ടെന്ന് കൊണ്ടുവരാൻ കഴിയുമോ അത്ര പെട്ടെന്ന് കൊണ്ടുവരണം. സുബ്ഹാനല്ലാഹ്. കണ്ണ് തുറക്കുന്ന, കണ്ണ് അടച്ച് തുറക്കുന്ന സമയത്തിന്റെ ഉള്ളിൽ ഞാനത് കൊണ്ടുവരാം എന്ന് പ്രഖ്യാപിച്ചില്ലേ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ സദസ്സിൽ ഒരു വലിയ സുബ്ഹാനല്ലാഹ്. ആ സിംഹാസനം കൊണ്ടുവന്നത് എന്തുകൊണ്ടാണ്? ജിന്നും മിൻസും അടക്കി ഭരിച്ചു സുലൈമാൻ നബിയുള്ള ജഗതലപതികൾക്ക് അധിപതിയായി വാഴുമ്പോൾ ജഗസ്വരമിൽ ഒരുകതയോ തിരുസവിധത്തിൽ അധിപതിയ ഒരു മക്തത കിട്ടവല്ലോ. മടക്കി ഭരിച്ചു സുലൈമാൻ നബിയുള്ള ജഗതലപതികൾ അധിപതിയായി വാഴുമ്പോൾ ജഗസ്വരമിൽ ഒരുകതയോ തിരുസവിധത്തിൽ അധിപതിയ പുതു മക്തത കിട്ടവല്ലോ. മഹാനായ
സയ്യിദുനാ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് ഇസ്മുൽ ആലം ചൊല്ലിക്കൊണ്ടാണ് ആ സിംഹാസനത്തിലെ കൊട്ടാരം, ആ കൊട്ടാരത്തിലെ സിംഹാസനം കൊണ്ടുവന്നത് എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ ആ ഇസ്മുൽ ആലം ഏതാണ്? പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ ഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞ ഇസ്മുൽ ആലം യാ ഹയ്യു യാ ഖയ്യൂം ഒരു 33 പ്രാവശ്യം എല്ലാവരും നല്ല മനസ്സോടെ ചൊല്ലണേ. അതിന്റെ മുന്നിൽ തുറക്കാത്ത വാതിലുകളില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാ ഹയ്യു യാ ഖയ്യൂം 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 യാ ഹയ്യു യാ ഖയ്യൂം. എല്ലാവരും നല്ല ഖൽബോടെ ചൊല്ലണം 33 പ്രാവശ്യം. സുബ്ഹാനല്ലാഹ് 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 സുബ്ഹാനല്ലാഹ്. അടുത്ത ദിക്റ് അൽഹംദുലില്ലാഹ് എന്ന ദിക്റാണ്. ഖൈറുദ് ദുആ അഫ്ദലുദ് ദുആ, ഏറ്റവും നല്ല ദുആ, ഏറ്റവും ഖൈറായ ദുആ അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ് പറയുന്ന ആളുകളാവണം. ധാരാളം അൽഹംദുലില്ലാഹ് പറയണം. ഭക്ഷണം കഴിച്ചാൽ അൽഹംദുലില്ലാഹ് പറയണം. ബാത്റൂമിൽ നിന്ന് പുറത്തു വരുമ്പോൾ അൽഹംദുലില്ലാഹ് പറയണം. നല്ല വയറ്റിന്റെ ഉള്ളിലുള്ള അതേ വൃത്തികേടുകൾ മുഴുവനും യാതൊരു തടസ്സവുമില്ലാതെ ഒഴിവാക്കി തന്നില്ലേ അല്ലാഹ്. ഒരു സെക്കൻഡ് നേരം മൂത്രമൊഴിക്കാൻ കഴിയാതിരുന്നാൽ, കാഷ്ടിക്കാൻ കഴിയാതിരുന്നാൽ പിന്നെ ഈ ശരീരം എന്തിനാണ് കൊള്ളുക? അല്ലാഹുവേ, നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഭക്ഷണം കഴിച്ചു കഴിയുമ്പോ, അതുപോലെ ബാത്റൂമിൽ നിന്ന് പുറത്തു വരുമ്പോ, അതുപോലെ വെള്ളം കുടിക്കുമ്പോ, തുമ്മിയാൽ എല്ലാ സമയങ്ങളിലും അൽഹംദുലില്ലാഹ് പറയണം. അൽഹംദുലില്ലാഹയുടെ ആളുകളായി നമ്മൾ മാറണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമ്മളെ ഖബൂൽ ചെയ്യട്ടെ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ.